ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, എങ്ങനെ എളുപ്പമാക്കാം, PSC പരീക്ഷയ്ക്കും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും എല്ലാം തന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുവാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു വാക്കാണ്. ആ ഒരു വാക്കിനെ സംബന്ധിക്കുന്ന അർത്ഥവും അതിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ യൂസേജ്, അതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും, അതിൻ്റെ കൂടാതെ ഇംഗ്ലീഷിൻ്റെ ചെറിയ ഒരു ഭാഗം ഗ്രാമറുമാണ് ഇന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറയുന്നത് അബാൻഡൻ, ABANDON, അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ് എന്നാണ്, അഥവാ വെടിയുക. ഗിവ് അപ്പ്, വെടിയുക. അതുപോലെ തന്നെ അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ടു ഗീവ് അപ്പ് ടു, ഗീവ് അപ്പ് ടു. അത് ഗീവ് അപ്പ് എന്ന് പറയുന്നത് അബാൻഡൻ. അത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന എന്നൊരു വാക്കാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ടു ലീവ് എന്ന് പറയുമ്പോൾ അബാൻഡൻ എന്നാണ് അർത്ഥം. വെടിയുക, കൈവെടിയുക, കൈയൊഴിയുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇനി വേറൊരു വാക്കുകൂടി അതിനെ സംബന്ധിക്കുന്ന പറയാം, അബ്ക്യൂസ്. അബ്ക്യൂസ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ്. അതിന് മണിച്ചട്ടം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗണനോപകരണം എന്നെല്ലാം തന്നെ അതിന് നമ്മൾ പറയുന്നുണ്ട്. ഇത് കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഗ്രാമറിൻ്റെ ചെറിയ ഒരു ഭാഗം കൂടി പറയാം. അബ്ക്യൂസ് എന്ന് പറയുമ്പോൾ അതായത് ABCUS, അബ്ക്യൂസ്, മണിച്ചട്ടം, മണികൾ കോർത്തുണ്ടാക്കിയ ചട്ടക്കൂട്, അതുപോലെ തന്നെ ഗണനോപകരണം, ഇവയെല്ലാമാണ് അതിനെ സംബന്ധിക്കുന്നത്. ഇനി മറ്റു ഗ്രാമറിൻ്റെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പ്രസൻറ്റ്. അതിന് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ദി ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻ ദി പ്രസൻറ്റ് മൂമെൻറ്റ്. അതായത് ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിൽ ഈസ്, ആർ, ആം, അതുപോലെ തന്നെ ING ഫോം ഓഫ് ദി വെർബ്. ഈസ് കഴിഞ്ഞിട്ട് ആർ കഴിഞ്ഞിട്ട് ആം. ഇതാണ് ആ വെർബിൻ്റെ ഓക്സിലറി വെർബ് വരുന്നത്. അത് കഴിഞ്ഞ് മെയിൻ വെർബിൻ്റെ കൂടെ ING ഫോം ചേർക്കുന്നു, അഥവാ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ഫോം കിട്ടുന്നു. ഇനി ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐ ആം റീഡിങ് എ ബുക്ക്. അതുപോലെ തന്നെ അതായത് ദി ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻ ദ പ്രസൻറ്റ് ടൈം. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സഹായക്രിയകൾ അഥവാ അതിൻ്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ്, ആറ്, ആം. അത് കഴിഞ്ഞിട്ട് അത് വെർബിൻ്റെ കൂടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു, ING ഫോം ഓഫ് ദി വെർബ് ചേർക്കുന്നു. ഐ ആം റീഡിങ് എ ബുക്ക്, ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഐ ആം ഹിയറിങ് ഇൻ ദി ക്ലാസ്. എല്ലാം തന്നെ അത് ഹിയറിൻ്റെ കൂടെ ING ചേർക്കുന്നു. ഐ ആം റീഡിൻ്റെ കൂടെ ING ചേർക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് കിട്ടുന്നു. അപ്പോൾ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദി പ്രസൻറ്റ് മൊമെൻറ്റ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഫോർ ദി ടെമ്പററി ആക്ഷൻ, ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രവൃത്തി നടക്കുന്നു എന്നതിനെ കാണിക്കുന്നില്ല. ഐ ആം റീഡിങ് ഡേവിഡ് കോപ്പർഫീൽഡ്, ഞാനിപ്പോൾ കുറച്ച് നേരത്തേക്ക് വായിക്കുന്നു. ഐ ആം റീഡിങ് ഡേവിഡ് കോപ്പർഫീൽഡ്, ആ പുസ്തകം വായിക്കുന്നത് അതിനെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് നേരത്തെ തയ്യാറാക്കിയ ഒരു കാര്യം നടക്കുന്നത് സമീപ ഭാവിയിലാണ്. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഒരു കാര്യം സമീപ ഭാവിയിൽ നടക്കുന്നു എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയും പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഐ ആം ഗോയിങ് ടു സിനിമ ടുനൈറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ
വിചാരിച്ചതാണ് സിനിമയ്ക്ക് പോകണമെന്ന്. അപ്പോൾ അതിപ്പോൾ സമീപ ഭാവിയിൽ നടക്കും. അതിനെക്കുറിച്ച് കാണിക്കുന്നു. ഐ ആം ഗോയിങ് ടു സിനിമ ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി സിനിമ കാണാൻ പോകും. അതിപ്പോൾ സമീപ ഭാവിയിലുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് കാണിക്കുന്നതാണ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോഴതാണ് അതായത് ഹാസ്, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. അതുപോലെ തന്നെ ഹാസാണ് അതിൻ്റെ സഹായക്രിയ, ഹാവ് സഹായക്രിയ. അത് കഴിഞ്ഞിട്ട് അത് ഈ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് എടുക്കുന്നത്. ഇപ്പോൾ നടന്നു തീർന്നു, ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നു തീർന്നു എന്നതിനെ കാണിക്കുന്നു. ഐ ഹാവ് റിട്ടൺ എ നോവൽ. ഞാനിപ്പോൾ ഒരു നോവൽ എഴുതി കഴിഞ്ഞു, ഇപ്പോൾ തീർന്നതേ ഉള്ളൂ, അതിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അവൻ ഇപ്പോൾ പുറത്തേക്ക് പോയി. ദേ ഹാവ് റിട്ടൺ എ നോവൽ. അവർ ദേ ഹാവ് റിട്ടൺ എ നോവൽ. അവർ ഒരു നോവൽ എഴുതി. അതുപോലെ തന്നെ അതിന് ഇപ്പോൾ എഴുതി തീർന്നേ ഉള്ളൂ, അതിനെ കാണിക്കുന്നു. അതുപോലെ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി ഈ കാണിക്കാൻ, സമീപ ഭാവിയിൽ കഴിഞ്ഞു പോയ ഒരു കാലത്ത് നടന്നു എന്നൊരു കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയെ കാണിക്കാൻ. അവൻ നേരത്തെ എന്നോട് കോപിച്ചു, ഞാനൊരിക്കലും അതങ്ങനെ വിശ്വസിച്ചില്ല. ഐ ഹാവ് നെവർ നോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോൺ. അതുപോലെ ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി എ ആംഗ്രി. അവനൊരു കോപക്കാരനാകുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ. കഴിഞ്ഞ ഒരു പ്രവൃത്തി, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. അതിനെക്കുറിച്ച് കാണിക്കുവാനായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയാണ്. എൻ്റെ കയ്യിൽ നിന്നും ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. കഴിഞ്ഞൊരു സംഭവമാണ്, അതിപ്പോൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി ഫലം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞു തീർന്നു. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. എൻ്റെ പ്രവൃത്തി, എൻ്റെ ഒരു ജോലി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പര്യവസാനിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തുവാനും ഷെയർ ചെയ്യുവാനും കൂട്ടുകാരോടെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ് PSCക്കാരോടും പറഞ്ഞ് അവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നേർന്നുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.